ജോസഫ് സി മാത്യു പറഞ്ഞ സമയത്ത് ഒരു കാര്യം പറഞ്ഞു, എൻ്റെ അച്ഛൻ ഒരു പുസ്തകം എഴുതുന്ന കാര്യം പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ആ ഭാഗം ഒന്ന് മാത്രം പറയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് പോൾ ഏഞ്ചൽസ് കോൺവെന്റിൽ 3ാം ക്ലാസ്സിലോ എന്നിട്ട് പഠിക്കുന്ന സമയത്താണ് എൻ്റെ അച്ഛൻ ഒരു ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആണത്. അത് എനിക്ക് തോന്നുന്നു 2ാം EMS മന്ത്രിസഭ ആണ് 67. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരാള് മന്ത്രിയായി ഇവിടെ വരുന്നു, NK കൃഷ്ണൻ, CPM-ന്റെ. അപ്പൊ അദ്ദേഹം വരുന്ന ഗ്രാമത്തിൽ നിന്നാണ് അച്ഛനെ പരിചയമുള്ള ഒരുപാട് ആൾക്കാർ വന്ന് അച്ഛനെ പെർസ്വേഡ് ചെയ്യാണ് ഇങ്ങനെയെങ്കിലും ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ചെല്ലണമെന്ന്. അപ്പോ അച്ഛൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. എന്നാലും ഇവരെല്ലാവരും കൂടെ നിർബന്ധം പിടിച്ച് അച്ഛൻ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ചെല്ലുപ്പെടുന്നു. ഞാനിത് പറയുന്നത് ഇതിന്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്. എൻ്റെ അച്ഛൻ എന്നോട് നിർബന്ധമായിട്ട് പറഞ്ഞു, നീ VS-ന്റെ ഓഫീസിൽ ജോലി ചെയ്യാൻ പോകുമ്പോൾ അത് കഴിഞ്ഞിട്ട് നീ ഒരു പുസ്തകം എഴുതണം. അപ്പൊ അച്ഛൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഈ പുസ്തകത്തിന്റെ പേര് പോലും അച്ഛനാ സജസ്റ്റ് ചെയ്തത്. മൈ ഡേയ്സ് വിത്ത് VS എന്നായിരിക്കണം പുസ്തകത്തിന്റെ പേര്. ഓക്കെ, പ്രൈവറ്റ് സെക്രട്ടറി ആയ അച്ഛൻ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് ആലോചിച്ചാൽ രസമാണ്. ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് അന്ന് കൊച്ചി മഹാരാജാവിന്റെ സ്കോളർഷിപ്പിലാണ് അച്ഛന് ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ പോയി ലോ ഡിഗ്രി എടുക്കാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള കാലമാണത്. അവിടെ നിന്ന് അച്ഛന് പ്രത്യേകമായിട്ടുള്ള താല്പര്യം എടുത്ത, എനിക്ക് തോന്നുന്നു BL തന്നെ കുറെ സ്പെഷ്യലൈസേഷൻ ഒക്കെ ഉണ്ട്. അച്ഛൻ്റെ പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്ന മേഖലയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ. അപ്പോൾ അച്ഛൻ വന്ന് ഈ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ വന്നിരിക്കുമ്പോൾ കാണുന്നത് അച്ഛൻ ഇതുവരെ കാണാത്ത ഒരു ഭരണഘടന. അച്ഛന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പുറമുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ആലോചിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഈ മിനിസ്റ്ററുടെ ചുറ്റും പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറഞ്ഞിരിക്കുന്നവർക്കൊക്കെ ഉള്ളത് പാർട്ടിയുടെ ഭരണഘടനയാണ്. പാർട്ടിയുടെ ഭരണഘടന അംഗീകരിക്കാൻ എൻ്റെ അച്ഛൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നിരിക്കണം. പിന്നെ അവിടെ നിന്നാണ് പ്രശ്നം തുടങ്ങുന്നത്. അച്ഛൻ കഷ്ടിച്ച് 2 മാസം ആണ് അദ്ദേഹത്തിന് പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നത്. അതിനുശേഷം അച്ഛനെ ട്രാൻസ്ഫർ ചെയ്ത് ഇപ്പോൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഇരിക്കുന്നിടത്ത് അന്ന് എക്സ്റ്റൻഷൻ ട്രെയിനിങ് സെന്റർ ആയിരുന്നു. അവിടെയാണ് അച്ഛനെ പ്രിൻസിപ്പലായിട്ട് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ അന്ന് അച്ഛൻ എനിക്ക് തന്നൊരു ഉപദേശമാണ്, ഈ രാഷ്ട്രീയക്കാരുമായിട്ട് ചേർന്ന് ജോലി ചെയ്യേണ്ടത് എങ്ങനെയാണ്. അച്ഛൻ്റെ കാഴ്ചപ്പാടെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു 35 വർഷം ഈ നാടിനെയും നാട്ടുകാരെയും സേവിക്കാൻ യോഗ്യനാണെന്ന് ഒരു ഭരണഘടനാ സ്ഥാപനം കണ്ടുപിടിച്ചതിന് ശേഷമാണ് നിങ്ങൾ ബ്യൂറോക്രാറ്റായി നിയമിക്കുന്നത്. രാഷ്ട്രീയക്കാരൻ 5 വർഷത്തെ ഒരു മാൻഡേറ്റുമായിട്ട് പറയുന്നു. പക്ഷേ പൊതുജനങ്ങൾ നേരിട്ട് കൊടുത്ത ഒരു മാൻഡേറ്റാണ്. അപ്പോൾ ഭരണം എന്ന് പറയുന്നത് മുമ്പോട്ട് പോകുമ്പോൾ ഈ 2 കൂട്ടരും ഒരു റീസണബിൾ ബാലൻസിൽ പോയില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. രാഷ്ട്രീയക്കാരൻ 5 വർഷത്തിനപ്പുറം ആലോചിക്കില്ല. പക്ഷെ അതിനെക്കുറിച്ച് ആലോചിക്കാൻ ട്രെയിൻഡ് ആയ നിങ്ങളുണ്ടല്ലോ. യു ഷുഡ് ബി ഇൻ എ പൊസിഷൻ ടു അഡ്വൈസ് ദം. ആൻഡ് ഈ പൊളിറ്റിക്കൽ ലീഡർ അതിനാണ് ബ്യൂറോക്രാറ്റ് ഇരിക്കുന്നതെന്നും തിരിച്ചറിയണം. അപ്പോൾ ഒരു റീസണബിൾ റെസ്പെക്റ്റിൽ പരസ്പരം ഒരു സ്പേസ് ഇട്ട് മുമ്പോട്ട് പോയാൽ അതുകൊണ്ട് ഗുണം നാട്ടുകാർക്കും ഉണ്ടാവും. പരസ്പരം തല്ലിക്കൊണ്ടിരുന്നാൽ നമ്മുടെ എല്ലാം നാട്ടുകാർക്ക് ഒരു പ്രയോജനം ഉണ്ടാവില്ല. അങ്ങനെ പ്രയോജനം ഉണ്ടായില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു കാരണവശാലും ഇവരുടെ തോളത്ത് കൈയിട്ട് ഒരു സംഘം ചേർന്ന് നാട്ടുകാരെ പറ്റിക്കുന്ന ഒരു ഏർപ്പാട് പാടില്ല. ഇതായിരുന്നു അച്ഛൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പൊ അതുകൊണ്ടാണ് അച്ഛൻ എന്നോട് പറഞ്ഞത്, ഈ കാലം മാറി, നീ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് ഒരു അതേപോലത്തെ അച്ഛൻ്റെ അനുഭവം പോലുള്ള ഒരു CPM ഒരു ഇടതുപക്ഷ മന്ത്രിസഭയിൽ നീ ചെന്നിരിക്കുമ്പോൾ നിനക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പോൾ ആ ബുദ്ധിമുട്ടുകളുണ്ടായി. പിന്നെ അച്ഛനെ ഞാൻ കൊടുത്തൊരു വാക്കായിരുന്നു, ഞാൻ ഇങ്ങനെ ഒരു പുസ്തകം എഴുതുമെന്ന്.
അച്ഛൻ മരിച്ചിട്ട് 16 വർഷമായി. ഇപ്പോഴാണ് അത് എഴുതാൻ പറ്റിയത്. നേരത്തെ ഷാജാൻ പറഞ്ഞു ഇത് എന്തുകൊണ്ട് എഴുതിയില്ല. യഥാർത്ഥത്തിൽ ഞാൻ മൂന്നാറിന്ന് വന്ന സമയത്ത് തന്നെ അതിൻ്റെ ഒരു ആദ്യത്തെ 3 ചാപ്റ്റർ എഴുതി വെച്ചിരുന്നു. അത് കഴിഞ്ഞ ശേഷമാണ് ഞാനൊരു സ്കൂള്, എൻ്റെ ഒരു പഴയ കാലത്തുള്ളൊരു താല്പര്യമാണ് ഒരു സ്കൂൾ നടത്തുക എന്ന് പറയുന്നത്. ഞാനൊരു സ്കൂള് സ്റ്റാർട്ട് ചെയ്തു. അതിപ്പോൾ അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ 29 വർഷം IAS ജോലി ചെയ്തിട്ട് അതിനകത്ത് 15 വർഷത്തിലധികം ഞാൻ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലാണ് ജോലി ചെയ്തിട്ടുള്ളത്. അത് ആ മേഖലയിലുള്ളവർക്കേ അറിയാവൂ. പൊതുജനങ്ങൾക്ക് ആകെ അറിയാവുന്നത് മൂന്നാർ പോയി 5-6 ഘട്ടങ്ങൾ ചൂണ്ടി താഴെ സുരേഷ് കുമാറിനാണ്. പക്ഷെ എൻ്റെ പേഴ്സണലി എനിക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ തരുന്നത് സ്കൂൾ വിദ്യാഭ്യാസമാണ്. അതുകൊണ്ടാണ് ഈ പുസ്തകം എഴുതാൻ താമസിച്ചു പോയത്. പിന്നെ ഈ പുസ്തകം ഇതുപോലുള്ള ഒരു റിലീസ് ഫംഗ്ഷൻ ഉണ്ടാകുന്നു. ഇത്രയധികം എന്താ പറയുന്നത്, എന്നെ എന്താ പറയുക എംബാരസ് ചെയ്യുന്ന ശ്ലാഘിക്കുന്ന വാക്കുകൾ വെക്കണമെന്നും ഞാൻ വിചാരിച്ചതല്ല. അതിന് ഇവിടെ പങ്കെടുക്കാൻ എത്തിയ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.